2025 മുതൽ ഞെട്ടാൻ തുടങ്ങിയതാണ്. ഓരോ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കുക, ഇല്ലെങ്കിൽ TV നോക്കുക, ഞെട്ടി 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 നമ്മളിപ്പോൾ മടുത്താടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലുമാണ് ഇപ്പോഴ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ വന്നൊരു വാർത്തയാണ്. പാരിപ്പള്ളിയിൽ ഒരമ്മയും മകനും ജീവൻ ഒടുക്കിയ നിലയിൽ ഭർത്താവ് വിദേശത്താണ്. അതുപോലെ മറ്റൊരു മകൻ എവിടെയോ ജോലി എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മകനാണെങ്കിൽ 20 വയസ്സുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതായത് ഭർത്താവ് വിദേശത്തുണ്ട്, അതുപോലെ 2 മക്കളുണ്ട്, 20 വയസ്സായ ആ ചെറുക്കനും ഇനി പണിയിലെ കുറച്ച് കഴിഞ്ഞാൽ അതിനും ജോലി കിട്ടും. പിന്നെ ഇവരൊക്കെ പറയുന്ന ഈ സാമ്പത്തിക ബാധ്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടങ്ങളുണ്ടാകും. ശരിയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് കടം മേടിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരാൾക്ക് അസുഖമായാലോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനാകും. കാരണം ഇല്ലെങ്കിൽ നമ്മളെ ആക്കും. അതുപോലെയാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ. ഒരു പനി വന്നാൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ടെസ്റ്റ് ചെയ്താണ്ട് അവർ വിടൂല. അപ്പോഴെല്ലാവരും ചോദിക്കുന്ന രോഗം കണ്ടുപിടിക്കാനല്ലടോ. അതേ, കണ്ടുപിടിക്കാൻ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളെ കയ്യിൽ നിന്ന് ഒരു പനിയുമായിട്ട് ആശുപത്രി പോയാലും ഒരു 3000-4000 ഉറുപ്പിയില്ലാണ്ട് അവർ നമ്മളെ പുറത്ത് വിടൂല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നല്ലോണം പിടിച്ചു പറി ഉണ്ടാകും. അതിനെതിരെ ആരും മിണ്ടാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നുമില്ല. ഇപ്പൊ ഇവർക്ക് എങ്ങനെയാന്ന് കടം വന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല കേട്ടാ. ഏതായാലും ഭർത്താവ് വിദേശത്തു നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മകനും അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അച്ഛനും മകനും എന്ത് ചെയ്യാനാണ്? അപ്പൊ അതൊക്കെ പോട്ടെ. ഇന്നലെ വേറൊരു സംഭവം കൂടി നടന്നു. അതായത് ഒരു KSRTC ബസ്സിലെ ഡ്രൈവർ, അയാൾ ആൾക്കാരെല്ലാം കൊണ്ടിങ്ങനെ പോക്കാണ്, നല്ല സ്പീഡിൽ പോകുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി ഓഫ് ചെയ്യുന്നു. നേരെ എന്ന് പറഞ്ഞാൽ ചാവി കണ്ടക്ടർ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അയാൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടല. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്താ ചെയ്യുന്നത്, എന്താ സംഭവം എന്ന്. എല്ലാവരും പുറകെ ഓടി, പക്ഷെ ഇയാളെ കണ്ടിട്ടില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ഈ വണ്ടി തള്ളി മറ്റൊരു ഡ്രൈവർ വന്ന് കൊണ്ടുപോയി ആൾക്കാരുടെ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്തിച്ചു. പിറ്റേന്ന് രാവിലെ ഇയാളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഇയാളും ഇതേപോലെ ജീവൻ ഒടുക്കിയെന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് പറയാനുള്ളത് ജീവൻ ഒടുക്കുന്നത് മാത്രമല്ല, ഇവരുടെയൊക്കെ കുടുംബങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആലോചിച്ചു പോകേണ്ട ഒരു പ്രശ്നമാണ്. ഒരാൾക്കും അറിയുന്നില്ല. ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ച്, അപ്പം അവരൊക്കെ പറയുന്നത് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്താണ് പ്രശ്നം എന്നറിയില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ മരിക്കുന്നതെന്ന് എഴുതി വെക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞൊരു വല്ലാതെ പിടിച്ച അവസ്ഥയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ സ്ത്രീക്ക് വേണമെങ്കിലും മരിച്ചാൽ പോരെ, എന്തിനാണ് 20 വയസ്സുള്ള ആ ഒരു ചെക്കനെയും കൂടി കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് ടീമുകൾ നമ്മളെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ധൈര്യം വേണ്ടത്, മരിക്കാൻ വേണ്ടിയിട്ട് വലിയ ധൈര്യമൊന്നും വേണ്ട. അതായത് മരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കയറോ ഇല്ലെങ്കിൽ കുറച്ച് ഇത് മാത്രം മതി. പക്ഷേ ഇവിടെ ജീവിക്കാൻ വേണ്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈസയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ആ പൈസ ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്, മരിക്കാനല്ല നോക്കേണ്ടത്. നമുക്ക് ആ പൈസ എങ്ങനെ ഉണ്ടാക്കാം അതാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പം എല്ലേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും പഴിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളാ ജീവിക്കേണ്ട ഇത് നമ്മൾ നോക്കണം. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിലോ ഉണ്ടെങ്കിലോ എല്ലാം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ എല്ലാം രണ്ടിലൊന്ന് ആലോചിക്കണം. കാരണം കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വീട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ വീട് വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ചില ആൾക്കാരൊക്കെ കാണുന്നില്ലേ, അതായത് മക്കൾ വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് 2 വയസ്സാകുമ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ഇതാക്കലാണ്. അതായത് അങ്ങനെ അങ്ങ് കൂട്ടിവെച്ച് പിന്നെ വലിയ വീടെടുത്ത് സാമ്പത്തിക ബാധ്യതയിൽ പെട്ട് പിന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കൊഞ്ഞാട്ടയാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇവിടുന്ന് ലോൺ എടുക്കരുത്. അതായത് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ 5 ഉറുപ്പ്യ ഉള്ളത് 5 ഉറുപ്പ്യക്ക് നിങ്ങൾ ജീവിച്ചോളുക. അല്ലാതെ ലോൺ എടുത്തിട്ടോ ഇല്ലെങ്കിൽ വേറെ ഒന്നും കാണിച്ചിട്ടോ ആർഭാടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാനം ഇല്ലെങ്കിൽ പിന്നെ തെണ്ടിപ്പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മളെ ജോലി ആയാലും എന്തെന്നായാലും ശാശ്വതമല്ല. അതായത് വിദേശത്തായി കഴിഞ്ഞാലും സ്വദേശത്തായി കഴിഞ്ഞാലും ഗവൺമെൻറ് പണിയാണെങ്കിൽ പിന്നെയും പിടിച്ചു നിൽക്കാം. അപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരനാണെന്ന് കേട്ടാ മറ്റോൻ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് KSRTC ജീവനക്കാരനാണ്. അപ്പം അങ്ങനെ ഗവൺമെൻറ് ജോലിക്കാരായാലും ആരായി കഴിഞ്ഞാലും കടം ഉണ്ടെങ്കിൽ തീർന്നു മക്കളെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആർഭാടം കാണിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. കല്യാണത്തിനൊക്കെ ചില ആൾക്കാർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയം തോന്നുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ വെച്ചാൽ കല്യാണം തുടങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞാൽ തലേന്നത്തെയും പിറ്റേന്നത്തെയും ഡ്രസ്സ് അതിൻ്റെ കോഡ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൊണ്ടു കൊടുക്കും. അതിൻ്റെയൊക്കെ പൈസ നമ്മൾ തന്നെ മുടക്കേണ്ടത്. ഇത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവരൊക്കെ കല്യാണത്തിന് നല്ല റെഡിയായിട്ട് വരുവായിരുന്നു.
അപ്പം ഇങ്ങനെയൊക്കെ ആർഭാടപരമായിട്ടാണ് ഇപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയും കുറേ പൈസകൾ പോകുന്നുണ്ട്, അങ്ങനെയും കുറേ ആൾക്കാർ കടക്കാരാകുന്നുണ്ട്. ഇനി ചില ആൾക്കാർ പറയുന്നത് എന്താ, വില കൂടിയോണ്ട് സ്വർണം കൊടുക്കണ്ടെന്ന്. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ. പക്ഷെ അവർ കൊടുക്കാണ്ടിരിക്കുന്നുണ്ടാ, കടം മേടിച്ചിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, ഇല്ല നാണക്കേടല്ലേ, എന്താ ആൾക്കാർ കരുതുക ഇവരൊന്നും ഉണ്ടാക്കി വെച്ചിട്ടല്ലേ കരുതുക. പക്ഷെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കരുതിക്കോട്ടെ, അതൊന്നും കുഴപ്പമല്ല. നിങ്ങൾ നാട്ടുകാർ പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കുള്ളതൊരു കൂലിയാണെങ്കിൽ അവിടെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീടില്ലെങ്കിലും വാടക വീട്ടിലാണെങ്കിലും അവിടെ സന്തോഷം കണ്ടെത്താൻ നോക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വാടക വീടല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബോച്ച പറഞ്ഞിന് നിങ്ങൾക്ക് വീട് തിരിച്ച് നിങ്ങൾക്ക് തന്നെ തരും, ഇത്ര മാസം കൊണ്ട് ഇത്ര പൈസ അടച്ചാൽ മതി, അതിന് പോയിട്ട് തലവെച്ച് കൊടുക്കുക. അങ്ങനെയൊന്നും തലവെച്ച് കൊടുത്തേക്കരുത്. നമ്മൾക്ക് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു സാധനം തരൂല. അപ്പം നമ്മൾ കൃത്യമായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടക്കാരാക്കുന്ന ആഴ്ചയിലുള്ള പിരിവാറെ കൊണ്ടും അവരൊക്കെ വരുമ്പോഴേ നമ്മൾ വാങ്ങിച്ച് വെക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ശീലിക്കുക. അതാണ് വേണ്ടത്. നമുക്ക് വേണ്ട, എടുക്കുന്നവരെടുത്തോട്ടെ, കൊടുക്കുന്നവർ കൊടുത്തോട്ടെ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത്, വാങ്ങിക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബൾക്കായിട്ടുള്ള പൈസ കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം എന്താ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ ശത്രുക്കളാക്കണമെങ്കിൽ നമ്മൾ അയാൾക്ക് കടം കൊടുത്താൽ മതി. അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പണ്ടില്ല ആൾക്കാർ എന്താ വെച്ചാൽ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടീനെ വാങ്ങിക്കരുത് എന്ന്. അതുപോലെയാണ് കടത്തിൻ്റെ അവസ്ഥകളും. അപ്പോൾ ഇവരിപ്പോൾ എങ്ങനെയാണ് മരിച്ചിന് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. എല്ലാവരും പറയുന്ന പോലെ സാമ്പത്തിക ബാധ്യതയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അതും നമുക്കറിയില്ല. അറിയണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും എഴുതി വെക്കണം. അതായത് ഇന്നതാണ് സ്ഥിതി, ഇന്നതാണ് കാര്യങ്ങൾ, എന്തെങ്കിലും എഴുതി വെക്കണം. ഇപ്പോഴും ഈ ഒരു 20 വയസ്സുകാരനായ മകനെയും കൂട്ടിയിട്ട് സാമ്പത്തിക ബാധ്യത പറഞ്ഞ് മരിക്കേണ്ട ഒരാവശ്യം ആ സ്ത്രീക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാളെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും വലിയ നിലയിലെത്തും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യത മേടിച്ചിട്ട് മരിച്ചവരൊക്കെ ഇന്നും മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയിരിക്കല, എൻ്റെ ഞാൻ മരിച്ചത് വെറുതെ ആയിപ്പോയി. കാരണം എന്താ, മക്കളൊക്കെ ഇന്നും വലിയ നിലയിലെത്തി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്കാരായി, അവരുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർന്നു. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല വണ്ടിയും നല്ല വീടും ഒക്കെ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഈ സാമ്പത്തിക ബാധ്യത കൊണ്ട് അല്ലെങ്കിൽ 10 രൂപ കടം കൊണ്ട് മരിച്ചവരാണ് മുകളിൽ നിന്നിട്ട് ഇപ്പം ഇങ്ങനെ നോക്കുന്നതാണ്, സ്വന്തം വീട്ടിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കടങ്ങൾ വാങ്ങിക്കാതിരിക്കുക, നമുക്ക് കിട്ടുമ്പോൾ കിട്ടട്ടെ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോഴുണ്ടാകട്ടെ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മരിക്കുന്ന ആൾക്കാർ വീട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ലെറ്റർ എഴുതി വെക്കുക, അതാ ഇന്ന കാരണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർ ആയുഷ്കാലം മുഴുവൻ എന്തിനാണ് മരിച്ചത് എന്നറിയാതെ അവരിങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ വിഷമത്തോടുകൂടി നടക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്ഥിതിയിലും അതുപോലെ ഇതുപോലെയുള്ള വിഷമത്തിലും അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ സാഹചര്യം മാറും, കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മളും മാറും, മാറ്റങ്ങളുടെ വഴിയിലേക്ക് തന്നെയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. ഒന്ന് ആലോചിക്ക്. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.